മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമെന്ന് മലയാളികൾ ഒന്നടങ്കം പറയുന്ന പേരുകളാണ് ലാലേട്ടനും മമ്മൂക്കയും. ഏത് തരം സിനിമയായിക്കൊള്ളട്ടെ, ചിരിപ്പിക്കാനായാലും കരയിപ്പിക്കാനായാലും ആക്ഷൻ, റൊമാൻറ്റിക് എന്തും ആ കൈകളിൽ ഭദ്രം. ഒരു പുതുമുഖ സംവിധായകനോടൊപ്പം സിനിമ ചെയ്യാൻ എത്ര പേർ തയ്യാറാവും? അതിന് ഉത്തരമായി ഒരു പേരുണ്ട്, മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി. മമ്മൂക്ക പറയാറുള്ളത് പോലെ പുതിയ ഓരോ സംവിധായകർക്കും പുതിയതെന്തോ പറയാനുണ്ടാകും. ഹീസ് മിസ്റ്റർ നോബഡി ബട്ട് ഡെഫിനറ്റ്ലി സംബഡി. ക്ലാസി, സ്ലീക്ക്, പ്രശ്നക്കാരനാണെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ, ബിക്കോസ് ദാറ്റ്സ് ടു സിമ്പിൾ എ വേർഡ് ടു ഡിസ്ക്രൈബ് ഹിം. നവാഗത സംവിധായകൻ ഡിനോ ഡെന്നീസ് കഥയും തിരക്കഥയും നിർവഹിക്കുന്ന ബസൂക്ക ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ഗെയിം ത്രില്ലർ സ്റ്റൈൽ മൂവി. ടീസറുകളിലും ട്രെയിലറുകളിലും നിഗൂഢതകൾ ഒളിപ്പിച്ചു വയ്ക്കുന്ന ഒരു ചിത്രം. മമ്മൂട്ടി എന്ന നടന്റെ സ്റ്റൈലിഷ് ലുക്ക് ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ്. ഒരു സീരിയൽ കില്ലറെ പിടികൂടാനുള്ള ദൗത്യത്തിൽ ഒരു പോലീസുകാരനും ബിസിനസ്സുകാരനും ഒന്നിക്കുന്നു. അവനെ കണ്ടെത്തുന്നതിനായി വിപുലമായ ഗെയിമുകളുടെ ഒരു പരമ്പര ഉപയോഗിക്കുന്നു. ഇതാണ് ബസൂക്കയുടെ കഥാസന്ദർഭം. സിനിമാ പ്രേമികളെ ആവേശം കൊള്ളിക്കാൻ റിലീസിന് മണിക്കൂറുകൾ മുമ്പ് ചിത്രത്തിന്റെ പ്രീ റിലീസ് ട്രെയിലർ പുറത്തുവിട്ടിരുന്നു. ഒരു 73 വയസ്സുകാരന്റെ അഴിഞ്ഞാട്ടമെന്ന് പറയത്തക്ക വിധം ആക്ഷനുകളും പഞ്ച് ഡയലോഗുകളും നിറഞ്ഞ ഒരു സ്റ്റൈലിഷ് ടീസർ. പുതുതായി പുറത്തിറങ്ങിയ ടീസർ സംഭാഷണങ്ങളിൽ വളരെ കുറവാണ്, പക്ഷേ അന്തരീക്ഷവും ആക്ഷനും വളരെ പ്രധാനമാണ്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ നിഗൂഢതയിൽ മറച്ചു വെക്കുന്നതിനൊപ്പം തോക്കുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം എടുത്തു കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താതെ നടന്റെ ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും കൗതുകകരമായ പ്രകടനങ്ങളിലൊന്നായി മാറിയേക്കാവുന്ന ഒരു പവർഫുൾ റോളിനെയാണ് ടീസർ സൂചിപ്പിക്കുന്നത്. കൊച്ചിയിലെ SP ബെഞ്ചമിൻ ജോഷിയായി ഗൗതം വാസുദേവ് മേനോൻ അഭിനയിക്കുന്നു. ട്രെയിലറിൽ കൃത്യമായ സമന്വയത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നിരുത്തരവാദപരമായ പോലീസുകാരനായി മേനോനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. രസകരമെന്ന് പറയട്ടെ, മേനോന്റെ കഥാപാത്രം മമ്മൂട്ടിയുമായി ഒരു ചലനാത്മക പങ്കാളിത്തം പങ്കിടുന്നതായി തോന്നുന്നു. രണ്ടാമത്തേതിനെ കുറിച്ചുള്ള ഒരു പ്രധാന വാചകം ഇങ്ങനെയാണ്: അദ്ദേഹം മിസ്റ്റർ നോബഡിയാണ്, പക്ഷേ തീർച്ചയായും ഒരാളാണ്. ക്ലാസി, സ്ലീക്ക്. അദ്ദേഹം ഒരു കുഴപ്പക്കാരനാണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ വളരെ ലളിതമായൊരു വാക്കാണത്. മമ്മൂട്ടി, ഗൗതം മേനോൻ, ഐശ്വര്യ മേനോൻ, ദിവ്യ പിള്ള, സിദ്ധാർത്ഥ്, ഷൈൻ ടോം ചാക്കോ, ഷറഫുദ്ദീൻ, ജഗദീഷ്, ബാബു ആന്റണി, സണ്ണി വെയിൻ തുടങ്ങിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം എമ്പുരാൻ വിവാദങ്ങൾക്കിടയിലും റെക്കോർഡുകൾ സൃഷ്ടിച്ചു മുന്നേറുകയാണ്. ചരിത്ര വിജയം സൃഷ്ടിക്കാനൊരുങ്ങുന്ന എമ്പുരാൻ സിനിമയിലെ മുഴുവൻ അഭിനേതാക്കൾക്കും ആശംസകൾ അറിയിക്കുന്നു. ഇത്തരമൊരു ആശംസ മോഹൻലാൽ ചിത്രത്തിന് മമ്മൂട്ടി കുറിച്ചിരുന്നു. എന്നാൽ ഇന്ന് തന്റെ പ്രിയപ്പെട്ട ഇച്ചായ്ക്ക് ആശംസകളുമായി മോഹൻലാലും രംഗത്തെത്തിയിരിക്കുകയാണ്. ബെസ്റ്റ് വിഷസ് ഡിയർ ഇച്ചാക്ക ആൻഡ് ടീം എന്ന ക്യാപ്ഷനോടാണ് മോഹൻലാൽ ലിങ്ക് ഷെയർ ചെയ്തത്. സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസുമാണ് ബസൂക്ക നിർമ്മിച്ചിരിക്കുന്നത്. വമ്പൻ ആഗോള റിലീസായി എത്തുന്ന ബസൂക്ക കേരളത്തിലെ 300ഓളം സ്ക്രീനുകളിലാണ് റിലീസ് ചെയ്യുന്നത്.